ഹായ് ഓൾ. അപ്പോൾ നമുക്ക് ഇന്നലെ പറഞ്ഞ ലെവലുകൾ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്തതെന്ന് നോക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ലെവൽ വെച്ചാൽ 25,900 മുതൽ 25,930 ലെവൽ പറഞ്ഞിരുന്നു അല്ലേ. പിന്നെ പറഞ്ഞതിൽ 26,000 പറഞ്ഞു. പിന്നെ പറഞ്ഞ താഴത്തേക്ക് പറഞ്ഞ് 25,850. ഇത്രയും ലെവലുകളായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞത് അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇന്ന് എന്താ സംഭവിച്ചത്, മാർക്കറ്റ് കുറച്ച് മുകളിൽ ഓപ്പൺ ആയതിനു ശേഷം കൃത്യമായി നമ്മൾ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കണ്ടു അല്ലേ. നമ്മൾ ലെവലിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നതിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, സി സൈഡിലേക്ക് ട്രേഡ് എടുത്തു. കാരണം ഇന്ന് പ്രീമിയം വളരെ കുറവായിരുന്നു, അതുകൊണ്ട് ഫുള്ള് റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രേഡ് എടുത്തത്. 26,000 വരെയെങ്കിലും പോകും, അതിന് അടുത്ത് വരെയെങ്കിലും പോകുന്നൊരു ഒരു കണക്കുകൂട്ടലിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. പക്ഷേ മാർക്കറ്റ് കൃത്യമായിട്ട് ഇവിടുന്ന് റിവേഴ്സലായിട്ട് വരിക ചെയ്തത്, നമുക്ക് ഓപ്പോസിറ്റ് പോയത്. അപ്പോൾ ചെറിയ പ്രീമിയം ഉള്ളതുകൊണ്ട് നമ്മളത് ഫുള്ളായിട്ട് വിട്ടിട്ട് പോവുക ചെയ്തത്. അത് പിന്നെ സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കുകയില്ല എക്സ്പയറി ഡേയിൽ. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇറങ്ങുന്ന പരിപാടിയൊന്നുമില്ല, പൂർണ്ണമായിട്ട് ആ റിസ്ക് എടുക്കുക ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ റിവേഴ്സിൽ വന്നുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ട്രേഡൊന്നും ഉണ്ടായിരുന്നില്ല. ആ ട്രേഡോടുകൂടി ഞാൻ എൻഡ് ചെയ്തിരുന്നു. ചില ആൾക്കാർക്കൊക്കെ ഇവിടെ വെച്ച് ട്രേഡ് ഡൗൺ സൈഡിലേക്ക് എടുത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് ഒരു 2 മണിയൊക്കെ ആ സമയത്ത് ട്രേഡ് എടുത്ത ഒരാൾക്ക് ഉണ്ടെന്ന് ഗ്രൂപ്പിൽ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ പിന്നെ മാർക്കറ്റ് നോക്കിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ വൈകുന്നേരം അവസാനം ഒരു 3:30 ആ സമയത്താണ് നോക്കിയത്, 3-4 മണി ആ സമയത്താണ് നോക്കിയത്, എന്തായിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കിയത്. അപ്പോൾ ഫുള്ള് 0 ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം കൊണ്ട് ലോസിലാണ് ഇറങ്ങിയത്. നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ ലെവലിൽ അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയതനുസരിച്ച് കൃത്യമായിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നത്. മാർക്കറ്റ് നോക്കി നിന്നവർക്കൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വരുന്നത് 58,900 ഒരു സപ്പോർട്ടായിട്ട് വരുന്നത്. പിന്നെ താഴത്ത് വരുന്നത് 58,700 58,700 ഒരു സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. അതിന് തൊട്ട് മുകളിൽ വരുന്ന റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 59,100, പിന്നെ 59,300. ഇത്രയാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട്. ഈ 4 ലെവലുകളെ ബാങ്ക് നിഫ്റ്റിയിൽ നാളത്തേക്ക് എടുക്കുന്നുള്ളൂ. ഇതിലെങ്ങനെയൊക്കെ ഇത് ബാങ്ക് നിഫ്റ്റി റിയാക്ട് ചെയ്ത് അതനുസരിച്ച് വേണം ബാങ്ക് നിഫ്റ്റി ട്രേഡ് എടുക്കാം. ഇപ്പോൾ നാളെ ബാങ്ക് നിഫ്റ്റി ട്രേഡ് എടുക്കാൻ സാധ്യത കുറവാണ്. ഞാൻ നിഫ്റ്റിനെ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ബാക്കി എന്തെങ്കിലും നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ നാളെ കേട്ടോ. ഗ്രൂപ്പിൽ കാണാം നാളെ.